പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീട്ടിൽ ഇഡി റെയ്ഡ് നടക്കുകയാണ്. മാസപ്പടി കേസിലാണ് റെയ്ഡ് നടക്കുന്നത്. അൺഫിൽട്ടർ, ഇന്നലെ ഹൈക്കോടതി പറഞ്ഞിരുന്നു കേസിൽ പുനരന്വേഷണമാവാം, അന്വേഷണം തുടരാമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണോ ഇന്നിപ്പോൾ ഇഡി അന്വേഷണത്തിലേക്ക് പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്? തീർച്ചയായും അതിന്റെ ഭാഗമായി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഹർജികളും ചോദ്യം ചെയ്തുകൊണ്ടുള്ള എല്ലാ ഹർജികളും, അതായത് ഈ അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ടുള്ള എല്ലാ ഹർജികളും ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ചു. അത് തള്ളിയിരുന്നു. അത് തള്ളി ആ ഹർജികൾ തീർപ്പ് കൽപ്പിച്ചുകൊണ്ടാണ് ഇഡിക്ക് സർവ്വ സ്വാതന്ത്ര്യം, അതായത് ഇഡിക്ക് അത് പരിശോധനയുമായി ബന്ധപ്പെട്ട് പോകാം എന്ന രീതിയിൽ ഹൈക്കോടതിയിൽ നിന്നൊരു വിധി ഉത്തരവുണ്ടായി. ആ ഉത്തരവുണ്ടായി അതിന്റെ തൊട്ട് പിറ്റേന്ന് രാവിലെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് 18 സ്ഥലങ്ങളിൽ ഇഡിയുടെ പരിശോധന നടക്കുന്നുവെന്നാണ്. അതായത് വിവിധ ഓഫീസുകളും ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട്, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട്, CMRലുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെയാണോ കേസുമായി ബന്ധപ്പെട്ട് സംശയത്തിന്റെ നിലനിൽക്കുന്നത് ആ ഭാഗങ്ങളിൽ, ആ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെയും ഇഡിയുടെ പരിശോധന നടക്കുന്നു. ഒരേ സമയം നടക്കുന്നു. 18 ഇടങ്ങളിൽ നടക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനം പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി, 10 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ ആയിരുന്ന വ്യക്തി ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ, തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡ് നടന്നു. ഇപ്പോൾ അദ്ദേഹം ആ വീട്ടിൽ തന്നെ ഉണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ആ വീട്ടിൽ തന്നെയുണ്ട്. അവർ ആ വീട്ടിലുള്ളപ്പോഴാണ് ഇഡിയുടെ ഉദ്യോഗസ്ഥർ അവിടെ വന്ന് റെയ്ഡ് നടത്തുന്നു. അതേ സമയത്ത് തന്നെ കണ്ണൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടിലും, കണ്ണൂരിലെ അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിലും അവിടെ റെയ്ഡ് നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ഇപ്പോൾ നേതാവ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായപ്പോൾ നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ഒരു പ്രിവിലേജ് ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവിന് അത്ര കണ്ട് ലഭിക്കില്ല, ക്യാബിനറ്റ് ആണെങ്കിൽ കൂടിയും. പക്ഷെ ഒരു മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് വീട് വരെ ഒരു റെയ്ഡിന്റെ ഒരു സാധ്യതയൊക്കെ ഉണ്ടായിരുന്നിട്ട് കൂടിയും ആ ഘട്ടങ്ങളിൽ ഒന്നും തന്നെയും അതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല കേസുകളുണ്ടായിരുന്നു. സ്വർണ്ണ കള്ളക്കടത്ത് ഉൾപ്പെടെ നിരവധി കേസുകൾ. ഒരിക്കൽ അദ്ദേഹത്തിന്റെ മകന് നോട്ടീസ് നൽകി വീട്ടിൽ ഈ രീതിയിൽ ഇഡിയുടെ ഒരു നോട്ടീസ് കൈപ്പറ്റിയിരുന്നോ നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ കൈപ്പറ്റിയിട്ടില്ല എന്ന് പറയുന്നു. വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിൽ മാസപ്പടി കേസിൽ ഇഡിയുടെ റെയ്ഡ് നടക്കുകയാണ്.